പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന പുതുജീവനും നവീകരണവും നൽകുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് ആനന്ദവും സന്തോഷവും നമുക്ക് നൽകുന്നത് മാത്രമല്ല, യെശയ്യായുടെ പുസ്തകം 65-ാം അധ്യായത്തിൻ്റെ 17-18 തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച് സന്തോഷം നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച്. പുതിയ ആകാശം, പുതിയ ഭൂമി, അതായത് തകർന്ന് തിന്മയ്ക്ക് അടിമപ്പെട്ട് തകർന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിലൂടെ ദൈവം അവന് ഒരു പുതിയ ഭൂമി, ഒരു പുതിയ സാഹചര്യം, അതുപോലെ തന്നെ പുതിയ ഒരു ആകാശം അവൻ്റെ ജീവിതത്തിലേക്ക് കൊടുക്കുന്നു, സന്തോഷവും സമാധാനവും നിറച്ചുകൊണ്ട്. അങ്ങനെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പ്രതിസന്ധികളുടെ മുകളിലിരുന്നു കൊണ്ടും സന്തോഷിക്കുവാനായിട്ടുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നു. പുതിയ ആകാശം, പുതിയ ഭൂമി, അതുതന്നെയാണ് ഒരു പുതുജീവനും നവീകരണവും. ഒരുപക്ഷെ മദ്യപാനിയാകാം, മറ്റൊരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ ചെയ്തോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമപരമായ ലംഘനങ്ങൾ നടത്തി ഒരു വലിയ കുറ്റവാളിയായി മാറി തകർന്ന് ജീവിക്കുന്ന സമൂഹത്തിലും കുടുംബത്തിലും സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയൊക്കെ മുമ്പിൽ മാറ്റി നിർത്തപ്പെട്ടവനായിട്ടും തള്ളിക്കളഞ്ഞവനായിട്ടും കുടുംബദ്രോഹിയായും ഒക്കെ ജീവിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള വ്യക്തികളിൽ വന്ന് ആത്മാവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു നവീകരണം, ഒരു പുതുജീവൻ അവരുടെ ജീവിതത്തിലേക്ക് കിട്ടുന്നു. ഇന്നലെ വരെ നിരാശയിൽ കഴിഞ്ഞ വ്യക്തിക്ക് ഇന്ന് പ്രത്യാശ ലഭിക്കുന്നു. അതൊരു പുതുജീവനാണ്. പിന്നെ അവൻ്റെ ജീവിതം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം അവൻ്റെ ഒരു സംരക്ഷകനായി മാറ്റപ്പെടുമ്പോൾ അവൻ ജീവിക്കുന്നത് പുതിയ ആകാശത്തിൻ്റെ കീഴിലും പുതിയ ഭൂമിയിലുമായിരിക്കും. കാരണം സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠമാണ്. ഈശോ കർത്താവ് പറഞ്ഞ കാര്യമാണ്. സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി പാദപീഠവും. ആ ഭൂമിയിൽ പാദപീഠത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്നു. പുതിയ സൃഷ്ടിയായി മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പഴയത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുകയും പുതിയ ഒരു അനുഭവം, സന്തോഷം, ആനന്ദം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. ഇത് തന്നെയാണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. തകർന്നു കിടന്ന നിരാശ മുഖാന്തരം ഇനി ജീവിക്കാൻ പോലും, മുൻപോട്ട് നീങ്ങുവാൻ പോലും സാധിക്കാത്ത നിരാശയിൽ അടിമപ്പെട്ട് കിടന്ന ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് തന്നെയാണ് കർത്താവ് ഇത് പറയുന്നത്, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമെന്ന്. ദൈവം സൃഷ്ടിക്കും. കാരണം ഈ തകർന്നു കിടക്കുന്ന വ്യക്തിയെയും ദൈവത്തിന് ആവശ്യമാണ്. ഒരു കൊള്ളക്കാരനെയും ആ കൊള്ളക്കാരൻ്റെ ആത്മാവിനെയും ദൈവത്തിന് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിന് ആവശ്യമാകുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ്റെ ജീവിതത്തിലേക്ക് പാപിയായിക്കോട്ടെ, ബലഹീനനായിക്കോട്ടെ, തകർന്നവനായിക്കോട്ടെ, ദുഃഖിതനായിക്കോട്ടെ, ഏത് വ്യക്തിയുമായിക്കോട്ടെ,
ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. നിരാശ നഷ്ടപ്പെട്ട് പ്രത്യാശയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലാണ് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും. പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്നത്. കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുഃഖം മുഴുവനും സന്തോഷമായി മാറ്റപ്പെടുന്നു. ആ പഴയത് മാറിപ്പോകുന്നു, പുതിയതിലേക്ക് ആ വ്യക്തി കടന്നു വരുന്നു. ഇവിടെ വചനം പറയാണ്, പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഇന്നലകളിൽ പലതരത്തിലുള്ള തിന്മകൾക്കടിമപ്പെട്ടതാകാം. അതല്ല എങ്കിൽ സാമൂഹികമായ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കപ്പെട്ട അവസ്ഥയിലാകാം. ഏതവസ്ഥയിലായാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പൂർവ്വകാര്യങ്ങൾ, ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള വേദനിപ്പിക്കപ്പെട്ട, തകർക്കപ്പെട്ട, നശിപ്പിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഏത് മേഖലയുമായിക്കോട്ടെ, ആ മേഖലയെ അനുസ്മരിക്കുക പോലും ചെയ്യാത്ത തരത്തിലുള്ള ആനന്ദവും സന്തോഷവും ദൈവം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക് നൽകുമെന്ന് അവിടുന്ന് പറയുകയാണ്. അവ മനസ്സിൽ വരികയോ ഇല്ല. തുടർന്ന് 18-ാമത്തെ വചനത്തിൽ ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. അപ്പം ദൈവം നമുക്ക് നൽകുന്ന ആ പരിശുദ്ധാത്മാവിലൂടെ ഇവിടെ പറയുകയാണ്, നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുക. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നത്, പുതിയ മനുഷ്യനായി മാറ്റപ്പെടുന്നത്. അങ്ങനെ പുതിയ മനുഷ്യനായി മാറ്റപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും നഷ്ടപ്പെട്ടു പോയ ആനന്ദവും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആനന്ദവും സന്തോഷവും ദൈവകരങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും നമുക്ക് സ്വീകരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം, ആനന്ദം, ഇന്നലകളിൽ തകർക്കപ്പെട്ട, നശിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ അവിടുന്ന് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആനന്ദവും സമാധാനവും അവിടുന്ന് ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്ന് ഈ വചനത്തോടെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.